നമസ്കാരം. പി കെ ലേണിംഗ്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എൻ്റെ പേര് ഭരത്. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയോടനുബന്ധമായിട്ട് നമ്മൾ പറഞ്ഞ സവിശേഷതകളൊക്കെ തന്നെ കേരളത്തെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കേരളത്തെ ഒരുപാട് അനുഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. കേരളത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് കാണുന്ന കടൽ തീരമാകട്ടെ, കേരളത്തിൻ്റെ കിഴക്ക് വശം അതിരുകൊണ്ട് കാണുന്ന പശ്ചിമഘട്ടമായിക്കോട്ടെ, ഇത് രണ്ടും കേരളത്തെ അങ്ങേയറ്റം പല സാഹചര്യങ്ങളിലും സഹായിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇവയുടെ ചില പോരായ്മകളും കേരളം അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ഭാഗം എവിടെയെങ്കിലും കുറച്ചെങ്കിലും വേണമല്ലോ, കണ്ണു തട്ടാണ്ടിരിക്കാൻ. അങ്ങനെ ഇവിടെയുണ്ട്. ഈ കേരളത്തിൻ്റെ ഭൂപ്രകൃതി തന്നെയാണ് എസെൻഷ്യലി കേരളത്തിൻ്റെ ക്ലൈമറ്റ് അല്ലെങ്കിൽ കാലാവസ്ഥ എന്ന ഘടകത്തെ നിയന്ത്രിക്കുന്നതെന്ന് ഒരു പരിധിവരെ നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഭൂപ്രകൃതി ആദ്യമേ പഠിച്ചു മാറ്റിയത്. ബിക്കോസ് ഏതൊരു പഠന മേഖല നോക്കിയാലും ജിയോഗ്രഫിയിൽ ഒരു മേഖലയെപ്പറ്റി പഠിക്കുമ്പോൾ ആദ്യമായി മനസ്സിലാക്കുന്നത് അവിടുത്തെ ആ ഭൂസവിശേഷത തന്നെയായിരിക്കും. അങ്ങനെ തന്നെ നമ്മൾ കേരളത്തിലും തുടങ്ങുകയാണ് ചെയ്തത്. ഭൂപ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞ വസ്തുതകൾ അത് കേരളത്തിൻ്റെ ക്ലൈമറ്റിനെ, കേരളത്തിൻ്റെ കാലാവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നു, എത്തരത്തിൽ സ്വാധീനിക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ഈ ഒരു ക്ലൈമറ്റ് ഓഫ് കേരള എന്ന ക്ലാസ്സുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും പി കെ ലേണിംഗ്സിൻ്റെ കേരള ജിയോഗ്രഫിയുടെ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. കേരളത്തിൻ്റെ ക്ലൈമറ്റ് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ ക്ലൈമറ്റിനെ പറ്റി വർഗീകരണം നടത്തിയിരിക്കുന്ന ഒരു മനുഷ്യനെ പറ്റി പറയാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ ജനറലി ചിലപ്പോൾ പഠിക്കുമായിരിക്കാം. ഈ ക്ലൈമറ്റ് നിർണ്ണയിക്കുന്നതിനായി പല ഘടകങ്ങൾ നമ്മൾ പരിഗണിക്കാറുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായി പരിഗണിക്കുന്ന ഘടകങ്ങളെന്ന് പറയുന്നത് ഒന്ന് പ്രദേശത്തിൻ്റെ താപനിലയും രണ്ട് പ്രസിപ്പിറ്റേഷൻ്റെ തോതും അളവും ഒക്കെയാണ്. താപനില എന്ന് പറയുമ്പോൾ എത്രത്തോളം ടെമ്പറേച്ചർ ആ ഭാഗം അനുഭവിക്കുന്നുണ്ട്, അത് ഒരു ദിവസത്തിൽ എത്ര സമയത്തോളം അല്ലെങ്കിൽ ഒരു വർഷത്തിൽ മുഴുവനായി നമ്മൾ പരിഗണിക്കുമ്പോൾ ആ വർഷത്തിൽ എത്രത്തോളം സമയം താപനിലയിൽ ഈ പറയുന്ന ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട് എന്നതും, അതുപോലെ എത്രത്തോളം പ്രസിപ്പിറ്റേഷൻ ഉണ്ടാകുന്നുണ്ട്, എത്രത്തോളം മഴയോ മഞ്ഞോ പോലുള്ള പ്രതിഭാസങ്ങൾ ആ മേഖലകളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്, ഇത്തരത്തിലുള്ള വസ്തുതകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് പൊതുവിൽ നമ്മൾ ഈ ഒരു വർഗീകരണങ്ങൾ നടത്തുന്നത്, പല മേഖലകളായി തരംതിരിക്കുന്നത്. ഭൂമിയുടെ കാര്യത്തിൽ പോലും നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ക്ലൈമറ്റിക് ക്ലാസിഫിക്കേഷനിൽ ഭൂഗോളത്തെ തന്നെ നമ്മൾ പല മേഖലകളായി തിരിക്കുന്ന കാണാൻ പറ്റും അല്ലേ. നമ്മുടെ ട്രോപ്പിക്കൽ റീജിയൻ, ടെമ്പറേറ്റ് റീജിയൻ, ഫ്രിജിഡ് റീജിയൻ എന്നൊക്കെ പറയുന്ന റീജിയനുകളായിട്ട് അല്ലെങ്കിൽ ഈ ട്രോപ്പിക്കൽ നമുക്ക് ടോറിഡ് സോൺ എന്ന് വിളിക്കാം. ഇപ്പോൾ ടോറിഡ്, ട്രോപ്പിക്കൽ, ഫ്രിജിഡ് എന്നൊക്കെ പറയുന്നത് ഈ സൂര്യപ്രകാശം നമുക്ക് ലഭ്യമാകുന്നതും ആ സൂര്യപ്രകാശം കാരണം ഭൂമിയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ മേഖലയിൽ ഉണ്ടാകുന്ന താപനിലയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഇത്തരത്തിലുള്ള വർഗീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇവിടെയും വ്യത്യസ്തമൊന്നുമല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് തുടക്കത്തിൽ തന്നെ ഈ ഒരു വർഗീകരണങ്ങളെ പറ്റിയൊരു ചെറിയൊരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടാകണം. കേരളത്തെ ഈ പറയുന്ന വർഗീകരണങ്ങളിൽ ഏത് ക്ലാസിഫിക്കേഷനിൽ പെടുത്താൻ സാധിക്കണം? ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡായിട്ട് ലോകവ്യാപകമായി അക്സെപ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വർഗീകരണ മാതൃക ഈ ക്ലൈമറ്റിൻ്റെ തരംതിരിക്കലിൽ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ട മാതൃകകളിൽ ഒന്ന് എന്ന് പറയുന്നത് കെപ്പൻസ് ക്ലാസിഫിക്കേഷനാണ്. ഏതാണ്? കെപ്പൻസ് ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ കോപ്പൻ എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് ഇവിടെ എഴുതിയിരിക്കുന്ന കാണാൻ സാധിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന് കെപ്പൻ എന്നാണ് നമ്മൾ വായിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. എന്താണ് വായിക്കുക? കെപ്പൻ എന്നതാണ് നമ്മളിത് വായിക്കുക. അപ്പോൾ ഈ കെപ്പൻസ് ക്ലാസിഫിക്കേഷൻ പ്രകാരം അദ്ദേഹം ഒരു 5-6 രീതികളിൽ ക്ലൈമറ്റിനെ പല മേഖലകളിലും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ പ്രകാരം ഗ്രൂപ്പും ആ ഗ്രൂപ്പിൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക്സും എന്നവിടെ ഒരു ടേബിളായിട്ട് നിങ്ങൾക്ക് ചുവടെ തന്നിരിക്കുകയാണ്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഒന്ന് ട്രോപ്പിക്കൽ അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ഗ്രൂപ്പ് എ എന്ന ഗ്രൂപ്പ് പ്രകടമാക്കുന്നത് ട്രോപ്പിക്കൽ കാലാവസ്ഥ എന്നുള്ളതാണ്. ഇപ്പോൾ ട്രോപ്പിക്കൽ കാലാവസ്ഥ എന്ന് പറയുന്നത് പൊതുവിൽ അർത്ഥമാക്കുന്നത് താരതമ്യേന ചൂട് കൂടിയിട്ടുള്ള മേഖല എന്നാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആ ഭൂഗോളം പരിശോധിച്ചാൽ ആ ഭൂഗോളത്തിൻ്റെ ഇക്വേറ്ററിനോട് സമാനമായി വരുന്ന പ്രദേശങ്ങളെയെല്ലാം നമ്മൾ ട്രോപ്പിക്കൽ റീജിയൻ എന്ന് തന്നെയാണ് പറയുക. മറ്റൊരു പേര് വിളിക്കുമ്പോൾ അതിനെ ടോറിഡ് റീജിയൻ അല്ലെങ്കിൽ ടോറിഡ് സോൺ എന്ന് വിളിക്കാം എന്നുള്ളതും കൂടി അറിഞ്ഞിരിക്കുക. ടോറിഡ് സോൺ അല്ലെങ്കിൽ അതിനെ തന്നെയാണ് നമ്മൾ ട്രോപ്പിക്കൽ റീജിയൻ എന്നും മനസ്സിലാക്കുക. ട്രോപ്പിക്കൽ എന്ന റീജിയൻ്റെ പ്രത്യേകത ഈ ഇക്വേറ്ററിനോട് സമാനമായി കിടക്കുന്ന പ്രദേശങ്ങളായതുകൊണ്ട് തന്നെ താരതമ്യേന ഉയർന്ന താപനില ഇവിടെ അനുഭവപ്പെടും. എങ്ങനെ? സൂര്യപ്രകാശം വർഷത്തിലുടനീളം ലംബമായി അല്ലെങ്കിൽ പെർപെൻഡിക്കുലറായിട്ട് റിസീവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലുള്ള മേഖലയാണ് ഈ പറയുന്ന ഇക്വേറ്ററിന് സമാനമായി നിൽക്കുന്ന പ്രദേശങ്ങൾ അല്ലെങ്കിൽ പരിസര പ്രദേശങ്ങൾ. ഇപ്പോൾ ഇന്ത്യ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ഒരു റീജിയനിലാണ് ഇന്ത്യ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഇന്ത്യ നിൽക്കുകയെന്ന് കരുതിക്കോ. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ ഇന്ത്യയുടെ ഏറ്റവും സൗത്തായിട്ട് കാണുന്ന കേരളം എന്ന സംസ്ഥാനം സ്വാഭാവികമായിട്ടും ഏത് മേഖലയിൽ പെടണം? ഈ ഒരു മേഖലയിൽ പെടണം. അത് വളരെ ലോജിക്കലായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്നൊരു ഫാക്റ്റാണ്. ഇന്ത്യയുടെ ലൊക്കേഷൻ നമ്മൾ ഇന്ത്യൻ ജിയോഗ്രഫിയിൽ പഠിച്ചതാണ്. ഇരിക്കുന്ന പ്രദേശം എവിടെയാണ് എന്നുള്ളതും
ആ ഇന്ത്യയുടെ പകുതിയിൽ താഴെയും ട്രോപ്പിക്കൽ മേഖലയാണ് എന്നുള്ളത് വാസ്തവമാണ് കേട്ടോ. ഇന്ത്യയുടെ പകുതിയിൽ താഴെയും ട്രോപ്പിക്കൽ മേഖലയായിട്ട് തന്നെയാണ് നമ്മൾ പരിഗണിച്ചിരിക്കുന്നത്. ആ പകുതിയിൽ താഴെ വരുന്ന മേഖലകളിൽ കേരളം ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ കാലാവസ്ഥ ഈ ഒരു മേഖലയിൽ ഉൾപ്പെടുന്ന താരതമ്യേന ചൂട് കൂടിയ മേഖലയാണ് എന്നത് നമുക്ക് പരിഗണിക്കാൻ സാധിക്കും. ഇവിടെ കെപ്പൻസ് ക്ലാസിഫിക്കേഷനിൽ അത് ഏത് തരത്തിലാണ് വർഗീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, ഇവിടെ ദി ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ദി കോൾഡസ്റ്റ് മന്ത്, ഏറ്റവും അധികം തണുപ്പ് അനുഭവപ്പെടുന്ന മാസം, കോൾഡസ്റ്റ് മന്ത്. ആ കോൾഡസ്റ്റ് മന്തിലെ ആവറേജ് താപനില, ശരാശരി താപനില 18 ഡിഗ്രി സെൽഷ്യസോ അതിൽ കൂടുതലോ ആണെങ്കിൽ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ഡിഗ്രി സെൽഷ്യസ് ആണ് ഏറ്റവും കൂടുതൽ തണുപ്പുള്ള സാഹചര്യത്തിലെ മാസത്തെ ആവറേജ് ടെമ്പറേച്ചർ. ഏറ്റവും തണുപ്പുള്ള ടെമ്പറേച്ചർ അല്ല, ആവറേജ് ടെമ്പറേച്ചർ എങ്കിൽ നമുക്കെന്ത് പരിഗണിക്കാം? ആ മേഖലയെ എന്തായി പരിഗണിക്കാം? ഒരു ട്രോപ്പിക്കൽ റീജിയൻ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് സോണായി പരിഗണിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. വ്യക്തമാണല്ലോ? ഇതാണ് ട്രോപ്പിക്സ്. 2 ഡ്രൈ ക്ലൈമറ്റ്. നമ്പർ 2 ഡ്രൈ ക്ലൈമറ്റ്. എന്തിനെയാണ് നമ്മൾ ഡ്രൈ ക്ലൈമറ്റ് എന്ന് വിളിക്കുക? സ്വാഭാവികമായിട്ടും വരണ്ട കാലാവസ്ഥ നമ്മൾ പറയുന്നത് എന്തുണ്ടാവില്ല, അവിടെ പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവില്ല അല്ലേ? ഒരു മഴയോ മഞ്ഞോ പോലുള്ള പ്രകൃതിദത്തമായ പ്രസിപ്പിറ്റേഷനുകളൊന്നും ഇല്ലാണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷനുകൾ അവിടെ നടക്കുന്ന മറ്റൊരു പ്രതിഭാസമുണ്ട്. നമ്മുടെ മണ്ണിലേക്കൊന്നും ഇങ്ങോട്ട് വരുന്നില്ല, പക്ഷേ മണ്ണിൽ നിന്നെല്ലാം അങ്ങോട്ടേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിക്കൂടെ? അതായത് ഇവോപ്പറേഷൻ വളരെയധികം കൂടുതലും എന്നാൽ പ്രസിപ്പിറ്റേഷൻ തീരെ കുറവുമായ സാഹചര്യത്തെ വേണമെങ്കിലും എനിക്ക് വരണ്ട കാലാവസ്ഥ എന്താ പറയുക, പറയാം. പറഞ്ഞുകൂടാ എന്ന് നിങ്ങൾ പറയുവാണെങ്കിൽ ഞാൻ പറയുക പറയാം കേട്ടോ മക്കളെ. അതാണ് കെപ്പൻ പറഞ്ഞിരിക്കുന്നതാണ്, ഞാൻ പറഞ്ഞതല്ല. അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ ഡ്രൈ ക്ലൈമറ്റ് എന്നതിൻ്റെ വിശദീകരണം അതാണ്. ഇവിടെ ഇവോപ്പറേഷൻ പ്രസിപ്പിറ്റേഷനേക്കാൾ കൂടുതലായിരിക്കുന്ന സാഹചര്യമാണ് എങ്കിൽ ആ കാലാവസ്ഥയെ എന്ത് വിളിക്കാം? ഡ്രൈ ക്ലൈമറ്റ്. കാരണം പ്രസിപ്പിറ്റേഷൻ കുറവാണ്, ഇവോപ്പറേഷൻ ഒരുപാട് നടക്കുന്നുണ്ട് താനും. ക്ലിയർ ആണോ? സോ ദ പൊട്ടൻഷ്യൽ ഇവോപ്പറേഷൻ എക്സീഡ്സ് പ്രസിപ്പിറ്റേഷൻ. സാധ്യതയാണ് കൂടി പറയുന്നത്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ടൈപ്പ് സി എന്നാണ് പറയുക, ഗ്രൂപ്പ് സി എന്നാണ് പറയുക. ABCD ഈ പറയുന്ന പേരുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഈ കഴിഞ്ഞാൽ പിന്നെ അടുത്ത FM G ഒന്നും അല്ല, അടുത്ത H ആണ് തന്നിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് വ്യത്യാസമുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് ABC കാറ്റഗറികൾ ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സി എന്ന കാറ്റഗറി വാം ടെമ്പറേറ്റ്. ഇത് ടെമ്പറേറ്റാ? വാം ടെമ്പറേറ്റ്. നേരത്തെ ഗ്ലോബ് വരച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞില്ലേ, ഈ ഇക്വേറ്ററിനോട് സമീപത്തായി നിൽക്കുന്ന മോസ്റ്റ് പ്രോബബ്ലി ഒരു 30 ഡിഗ്രി നോർത്തും 30 ഡിഗ്രി സൗത്തും വരെ വരുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ട്രോപ്പിക്കൽ റീജിയനാണ്, അല്ലെങ്കിൽ ടോറിഡ് സോണാണ്, ചൂട് കൂടിയ മേഖല. അപ്പോൾ ഈ 30 ഡിഗ്രി കഴിഞ്ഞ് പിന്നെ നമ്മൾ പോകുമ്പോൾ ഒരു 60 ഡിഗ്രി വരെയൊക്കെയുള്ള മേഖല നമ്മൾ കാണുവാണെങ്കിൽ, ഒരു 60 ഡിഗ്രി വരെയുള്ള ഒരു മേഖല നമ്മൾ കാണുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ട്രോപ്പിക്കലിൻ്റെ പോലുള്ള താപനില എന്തായാലും ഉണ്ടാവില്ല, കുറച്ചുകൂടി തണുപ്പുള്ള മേഖലയായിരിക്കും ഈ ടെമ്പറേറ്റ് സോൺ എന്ന് പറയുന്ന മേഖല. ശരിയല്ലേ? ഈ ടെമ്പറേറ്റ് സോൺ എന്ന് പറയുന്ന മേഖലകൾ പൊതുവേ കുറച്ചുകൂടി തണുപ്പുള്ള സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ ചൂടിൽ നിന്ന് തണുപ്പിലേക്കുള്ള ഒരു ചെറിയ ട്രാൻസിഷൻ കാണിക്കുന്ന മേഖലകളെ നമുക്ക് വേണമെങ്കിൽ എന്തായിട്ട് വിളിക്കാം? വാം ടെമ്പറേറ്റ് എന്ന് വേണമെങ്കിൽ വിളിച്ചുകൂടെ? അത് പൂർണ്ണമായ ടെമ്പറേറ്റോ ശൈത്യകാലമോ അല്ലെങ്കിൽ ശൈത്യകാലാവസ്ഥ പോലെയുള്ള തണുപ്പൊന്നും അനുഭവപ്പെടാതെ എന്നാൽ ട്രോപ്പിക്കലിനേക്കാൾ തണുപ്പുള്ള സാഹചര്യങ്ങൾ അനുഭവപ്പെടുന്ന പ്രദേശം എന്ന രീതിയിൽ അല്ലെങ്കിൽ എന്ന കാലാവസ്ഥ ആയി പരിഗണിക്കുന്ന മേഖല, കാലാവസ്ഥാ മേഖലയാണ് വാം ടെമ്പറേറ്റ് എന്ന രീതിയിൽ പരിഗണിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് ലോജിക്ക് വെച്ച് അപ്ലൈ ചെയ്താലും പിടികിട്ട്. ടെമ്പറേറ്റ് ആണോ? ടെമ്പറേറ്റ് പൂർണ്ണമായിട്ടല്ല, വാം ടെമ്പറേറ്റ് ആണ്. ഒരല്പം ടെമ്പറേറ്റിൻ്റേതായ പൂർണ്ണമായ ഒരു തണുപ്പ് അനുഭവപ്പെടാതിരിക്കുന്ന കുറച്ച് ചൂട് കൂടുതലുള്ള അവസ്ഥയാണ് എന്നുള്ളതാണ്. എന്നാൽ ട്രോപ്പിക്കലിൻ്റെ ചൂടുണ്ടോ? ഇല്ല താനും. പിടികിട്ടുന്നുണ്ട്. ആ ഒരു എന്താ പറയുക, ഒരു ട്രാൻസിഷൻ റീജിയനിൽ വരുന്ന താപനിലയെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ആവറേജ് ടെമ്പറേച്ചർ എന്തായാലും ഓഫ് ദി കോൾഡസ്റ്റ് മന്ത് അതെന്തായാലും ഈ 18 ഡിഗ്രി സെൽഷ്യത്തിൽ താഴെ ആയിരിക്കണം. കാരണം ടെമ്പറേറ്റ് സോൺ ആണ് എസെൻഷ്യലി, ട്രോപ്പിക്കൽ അല്ല. അപ്പോൾ അതുകൊണ്ട് 18 താഴെ ആയിരിക്കണം, പക്ഷേ -3 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കണം. അപ്പോൾ -3 ഡിഗ്രി സെൽഷ്യസിനും 18 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് എൻ്റെ താപനിലയെങ്കിൽ, ഓക്കെ, ഏതൊക്കെയാണ്? -3 ഡിഗ്രി സെൽഷ്യസിനും +18 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് എൻ്റെ താപനിലയെങ്കിൽ എപ്പോഴുള്ള താപനില? ഏറ്റവും തണുപ്പുള്ള മാസത്തെ ആവറേജ് താപനില. എപ്പോഴുള്ള താപനിലയാണ്? ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ദി കോൾഡസ്റ്റ് മന്ത്. ഏറ്റവും തണുപ്പുള്ള മാസത്തെ ആവറേജ് താപനിലയുടെ കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞത്. -3 മുതൽ 18 വരെ എന്ന്. അതിനുള്ളിലാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? വാം ടെമ്പറേറ്റ് എന്ന് വിളിക്കാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്.
ഡി എന്ന ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ അത് കോൾഡ് സ്നോ ഫോറസ്റ്റ് എന്നാണ് കൊടുക്കുന്നത്. കോൾഡ് സ്നോ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ടെമ്പറേറ്റ് ആയ അവസ്ഥ തന്നെയാണ് പറയുന്നത്. കോൾഡ് സ്നോ ഫോറസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ തണുപ്പുള്ള അവസ്ഥ തന്നെയാണ്. അപ്പോൾ ഒരു വ്യത്യാസവും വേണ്ട, ഭയങ്കര എളുപ്പമാണ് പറയാനായിട്ട്. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ -3 ഡിഗ്രിയുടെ ഒരു ക്രൈറ്റീരിയ ഇല്ലേ, അതിലും താഴെ പോട്ടെ. അവിടെ -3 വരെ വരാമോ, അതിൽ താഴെ പൊയ്ക്കൂടാന്ന് പറഞ്ഞിരുന്നു അല്ലേ. ഇവിടെ എന്താ അതിലും താഴെ പോയി, നല്ല തണുപ്പാണ്. അപ്പോൾ -4, -5, -6, -7 ഒക്കെ ആയിട്ട് പോകും, വീണ്ടും ടെമ്പറേച്ചർ കുറയും. പിടികിട്ടിയോ? അപ്പോൾ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ദി കോൾഡസ്റ്റ് മന്ത് -3 ഡിഗ്രി സെൽഷ്യസ്, മൈനസ് ആണേ, മൈനസ് ഉണ്ട്, -3 ഡിഗ്രി സെൽഷ്യസോ അതിൽ താഴെയോ ആണ് ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ദി കോൾഡസ്റ്റ് മന്ത് എങ്കിൽ അവിടെ ഏറ്റവും, ഇവിടെ എല്ലാം നമ്മൾ ഇതുവരെയും നമ്മൾ പരിഗണിച്ച് വന്നത് ഏറ്റവും കൂടുതൽ തണുപ്പുള്ള മാസത്തെ ആവറേജ് ടെമ്പറേച്ചറാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ തണുപ്പുള്ള മാസത്തെ ആവറേജ് ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ഇതുവരെയും പരിഗണിച്ച് വന്നിരുന്നത് എന്ന് തിരിച്ചറിയണം. അത് പറയാൻ കാരണം അടുത്തതിൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ അത് -3 ഡിഗ്രി സെൽഷ്യസിലും താഴെയാണ് എൻ്റെ ഏറ്റവും തണുപ്പുള്ള മാസത്തെ ആവറേജ് ടെമ്പറേച്ചർ എങ്കിൽ അതിനെ എനിക്ക് എന്ത് വിളിക്കാം? കോൾഡ് സ്നോ ഫോറസ്റ്റ് എന്ന കാറ്റഗറി ഡി ആയിട്ട് വിളിക്കാം. അഞ്ചാമത്തെ ആൾ കാറ്റഗറി ഇ ആണ്. അതിനെ കോൾഡ് ക്ലൈമറ്റ് എന്ന് ജനറലി പേരിട്ടേക്കുക, തണുത്ത കാലാവസ്ഥ. അപ്പോൾ ഈ തണുത്ത കാലാവസ്ഥയുള്ള മേഖല എന്ന് പറയണമെങ്കിൽ പൊതുവിൽ വർഷത്തിലുടനീളം അവിടെ ഒരു മോഡറേറ്റ് തണുപ്പ് അനുഭവപ്പെടുന്ന സ്ഥലമായിരിക്കണം. വർഷത്തിലുടനീളം അവിടെ ഒരു മോഡറേറ്റ് ആയിട്ടുള്ളൊരു തണുപ്പ് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അത് തന്നെയുള്ളൂ. കോൾഡ് ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ദി കോൾഡ് ക്ലൈമറ്റ്സ് ആവറേജ് ടെമ്പറേച്ചർ ഫോർ ഓൾ മന്ത് ഷുഡ് ബി ബിലോ 10 ഡിഗ്രി സെൽഷ്യസ്. അതായത് ചൂടുള്ള മാസത്തെയും തണുപ്പുള്ള മാസത്തെയും ഇത് രണ്ടുമില്ലാത്ത കാലാവസ്ഥകളും എല്ലാം പരിഗണിക്കുമ്പോൾ എല്ലാ മാസത്തെയും ആവറേജ് താപനില എടുത്ത് നോക്കുമ്പോൾ, എല്ലാ മാസത്തെയും താപനിലകളിലെല്ലാം ആവറേജ് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് കിട്ടേണ്ട വാല്യൂ 10 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ് എങ്കിൽ എനിക്ക് പറയാം അതെന്ത് കോൾഡ് ക്ലൈമറ്റ് എന്ന്. ഓക്കെ, ആറാമത്തെ ക്ലാസിഫിക്കേഷനിൽ പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനില്ല. H എന്ന ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അത് ഹൈലാൻഡ്സ് ആണ്. കോൾഡ് ഡ്യൂ ടു എലിവേഷൻ, ഉയരം കൂടുന്നതിനനുസരിച്ചിട്ടുള്ള താപനില കുറയുന്ന അവസ്ഥയാണ്. അതാണ് കോൾഡ് ഡ്യൂ ടു എലിവേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, റൈറ്റ്. ഇത്രയുമാണ് കെപ്പൻസ് ക്ലാസിഫിക്കേഷനിൽ വന്നിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇതിൽ കേരളത്തിൻ്റെ കാലാവസ്ഥ ഏത് എന്നുള്ളത് നിങ്ങൾക്ക് സുഖമായിട്ട് നിർണ്ണയിക്കാൻ പറ്റും. ഏതാണ്? ഇതിലൊന്നും പെടുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കെപ്പൻസ് ക്ലാസിഫിക്കേഷനിൽ PYQ ആയിരുന്നു. കേരളത്തിനെ നമ്മൾ പരിഗണിക്കുന്നത് ട്രോപ്പിക്കലി തന്നെയാണ് കേട്ടോ. അതായത് ഏറ്റവും കൂടുതൽ തണുപ്പുള്ള മാസത്തെ ആവറേജ് താപനില 18 ഡിഗ്രി സെൽഷ്യസോ അതിൽ കൂടുതൽ തന്നെ ആയിരിക്കും അല്ലേ. എവിടെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ ഹൈ റേഞ്ചസിലേക്ക് പോകും, ഹൈലാൻഡ് റീജിയനൊക്കെ പോകും, അത് അവിടെ എലിവേഷൻ കോൾഡ് ഡ്യൂ ടു എലിവേഷൻ എന്ന രീതിയിൽ മാറും. അതല്ല, അല്ലാണ്ട് വരുന്ന മേഖലകളിലും സമതല പ്രദേശങ്ങളിലൊക്കെ നോക്കുമ്പോഴെല്ലാം ഏറ്റവും തണുപ്പുള്ള മാസം പരിഗണിച്ചാൽ പോലും ആവറേജ് താപനില എന്തായാലും 18 കൂടുതലാണ് അല്ലേ. ഏറ്റവും തണുപ്പുള്ള മാസം ഫോർ എക്സാമ്പിൾ ജൂലൈക്ക് ഏറ്റവും കൂടുതൽ തണുപ്പുള്ള അനുഭവിക്കുന്ന മാസമാണ്. നമ്മൾ വിൻ്ററിൽ പോലും അല്ല നമ്മൾ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവിക്കുന്നത് മഴക്കാലത്താണ്. ആ സമയത്തൊക്കെയുള്ള താപനില പരിശോധിച്ചാലും എങ്ങനെ പോയാലും ഒരു 25, 26, ആവറേജ് നോക്കിയാൽ പോലും ഒരു 27 ഒക്കെ പോകും. അപ്പം എന്തായാലും 18 ഡിഗ്രി കൂടുതലാണ് കേരളത്തിലെ താപനില എന്ന് പറയുന്നത് കേട്ടോ. ഹൈ റേഞ്ചസിലോട്ടൊക്കെ കുറവ് അനുഭവപ്പെടുന്നത് ഉണ്ടാവുമായിരിക്കാം. 18 താഴെ ആവറേജ് വരുന്ന സാഹചര്യവും ഒരുപക്ഷെ ഉണ്ടായിരിക്കും. പക്ഷെ അത് കൺസിഡർ ചെയ്യേണ്ട. അല്ലാണ്ട് ഓവറോൾ സ്റ്റേറ്റിൻ്റെ താപനില വെച്ചൊന്ന് പരിശോധിച്ചാൽ മതിയാവും. അത് കൺസിഡർ ചെയ്യുമ്പോൾ എന്തായാലും 18 എബവ് ആയിരിക്കും വരിക, ഏറ്റവും കൂടുതൽ തണുപ്പുള്ള മാസമായാൽ പോലും. അതുകൊണ്ടാണ് നമ്മൾ ക്ലൈമാറ്റിക് സോണിനെ, കേരളത്തിൻ്റെ ക്ലൈമറ്റിനെ എന്തായി പരിഗണിക്കുന്നത്? ഏറ്റവും എന്താ പറയുക, ട്രോപ്പിക്കൽ മേഖലയായിട്ട് നമ്മൾ പരിഗണിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഈ മൺസൂൺ എന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാക്കാണ്. കേരളത്തിനെ മാത്രമല്ല, ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് മൺസൂൺ. ബിക്കോസ് ഇന്ത്യൻ എക്കണോമിയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ലെങ്കിലും ഇന്ത്യയിൽ വരുന്ന ഏറ്റവും വലിയൊരു ജനവിഭാഗവും ആശ്രയിക്കുന്നത്, ജീവിത ഉപാധിക്കായിട്ട് ആശ്രയിക്കുന്ന മേഖല കാർഷിക മേഖലയാണ്. ആ കാർഷിക മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഘടകമാണ് നമ്മുടെ മൺസൂൺ, മഴ. വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടല്ലോ, ജലലഭ്യത ഉറപ്പാക്കേണ്ടതുണ്ട്, ഇറിഗേഷൻ സംവിധാനങ്ങളിൽ വാട്ടർ സപ്ലൈ ഉറപ്പാക്കേണ്ടതുണ്ട്. അതിനൊക്കെ നമുക്ക് മഴ വേണ്ടി വരുന്നുണ്ട്, ഇന്ത്യയിൽ പ്രത്യേകിച്ച്. കേരളത്തിലും ഏറെക്കുറെ ഇപ്പോൾ ഹിമാലയൻ നദികൾ പോലുള്ള നദികളൊന്നും എല്ലാ കാലവും മഞ്ഞുരുക്കി വെള്ളം തരാനൊന്നും നമുക്കില്ലാത്ത സ്ഥിതിക്ക് കേരളത്തിലെ നദികളെല്ലാം മഴവെള്ളത്താൽ ഒഴുകുന്ന നദികളാണ്. അപ്പോൾ മഴ പെയ്തില്ല എന്നുണ്ടെങ്കിൽ നദിയുടെ അവസ്ഥ ദയനീയമായി പോകും. അപ്പോൾ അതുകൊണ്ട് മഴ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഈ നദിയിലെ വെള്ളമെടുത്ത് തന്നെയാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നതും ഇറിഗേഷൻ കൊടുക്കുന്നതും വീട്ടിൽ വാട്ടർ സപ്ലൈ വിതരണം നടത്തുന്നതും കുളിക്കുന്നതും കുടിക്കുന്നതും വാഷ് ചെയ്യുന്നതും എല്ലാം ഈ പറയുന്ന വെള്ളത്തിനകത്തു നിന്നാണ്. അപ്പോൾ നമുക്ക് ഈ വെള്ളം കിട്ടാനായിട്ട് ആകെയുള്ളത് മഴയേ ഉള്ളൂ.
ഗ്രൗണ്ട് വാട്ടർ റീചാർജിങ് ആയാൽ പോലും നമുക്ക് ഈ മഴ വേണം, മഴ കിട്ടിയാലേ പറ്റുള്ളൂ. സോ മൺസൂൺ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം അതെ, നമ്മളിപ്പോൾ കേരള ജോഗ്രഫി പഠിക്കുന്നുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് ദിസ് മൺസൂൺ. കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ മൺസൂണിനും അതുപോലെ തന്നെ എന്താ പറയുക ഒരു റോളുണ്ട്. എസെൻഷ്യലി കേരളം ഒരു മൺസൂൺ ക്ലൈമറ്റ് എന്ന് തന്നെ പറയാൻ പറ്റും. കേരളത്തിൻ്റെ ഒരു മൺസൂൺ കാലാവസ്ഥയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുക കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിത് കേരളത്തിൻ്റെ ടോട്ടൽ മന്ത് 12 മാസം, ഒരു വർഷത്തെ 12 മാസം വരികയെന്ന് വെച്ചാൽ അതിൽ ഏറെക്കുറെ 8 മാസക്കാലവും നമുക്ക് മഴ കിട്ടുന്ന സമയമാണ്. അപ്പോൾ ഈ 8 മാസം അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് മഴ കിട്ടുന്നുണ്ട്. ഇൻ ഡേയ്സ് നമ്പർ ഓഫ് ഡേയ്സ് നമുക്ക് മഴ കിട്ടുന്ന നോക്കി കഴിഞ്ഞാൽ 8 കൂടുതൽ മാസം നമുക്ക് മഴ കിട്ടുന്നുണ്ട്. പകുതിയിൽ കൂടുതലും നമ്മുടെ ഒരു വർഷത്തിൽ പകുതിയിൽ കൂടുതലും വെള്ളത്തിൻ്റെ ലഭ്യതയുള്ള അല്ലെങ്കിൽ മഴ ലഭ്യതയുള്ളൊരു നാടാണ് കേരളം എന്നുള്ളത് കൊണ്ട് കേരളത്തിൽ സ്വാഭാവികമായിട്ട് ഒരു മൺസൂൺ ക്ലൈമറ്റുള്ള നാടാണെന്ന് പറയാൻ പറ്റും. ഒന്ന്. എന്നാൽ കേരളം ഒരു മൺസൂൺ ക്ലൈമറ്റ് മാത്രമുള്ള ഒരു നാടല്ലല്ലോ, ഒരു സംസ്ഥാനമല്ലല്ലോ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ക്ലാസിഫിക്കേഷനിൽ കേരളത്തിൽ താരതമ്യേന ചൂടുണ്ട്, അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് പെട്ടെന്ന് പ്രത്യേകിച്ച് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആ ചൂടിൻ്റെയൊക്കെ ഉള്ളൊരു എന്താ പറയുക, ഒരു സീരിയസ്നെസ് നമുക്ക് അധികം മനസ്സിലാക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്, താങ്ക്സ് ടു ദി അറബിക്കടൽ, അല്ലേ? അറബിക്കടലിനോട് നമ്മളതിന് നന്ദി പറയേണ്ടി വരുന്നു. അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിനോട്. ഇത് രണ്ടും നമ്മളെ ഈ അതികഠിനമായിട്ടുള്ള ചൂടിലേക്ക് തള്ളിവിടാണ്ട് നമ്മളെ മോഡറേറ്റ് ചെയ്യിപ്പിച്ച് നിർത്തുന്നു എന്നുള്ളത് വാസ്തവമാണ്. അല്ലാത്ത പക്ഷം ഈ ഇക്വേറ്ററിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല പോലെ എന്ത് കിട്ടേണ്ടതാണ്? വെയിലും ചൂടും കിട്ടേണ്ടതാണ്. വെയിൽ കിട്ടുന്നുണ്ട്, പക്ഷേ ആ ചൂടിനെ മിതപ്പെടുത്തുന്നത് കടലും പശ്ചിമഘട്ടവുമാണെന്നുള്ളതാണ് വാസ്തവം. ഏറ്റവും കൂടുതൽ കടലാണ് അതിൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഒരു പരിധിവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത്, ബിക്കോസ് നമ്മൾ ഇത്രയും ചെറിയൊരു നാരോ ആയിട്ടുള്ള വിട്ത് വളരെ കുറഞ്ഞൊരു സംസ്ഥാനമായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കടലിൻ്റെ ഒരു മോഡറേറ്റിംഗ് എഫക്റ്റ് മോർ ഓർ ലെസ് എൻ്റയർ സ്റ്റേറ്റിലും കിട്ടുന്നുണ്ട്. വളരെയധികം വീതി കൂടിയ സംസ്ഥാനമായിരുന്നെങ്കിൽ കിട്ടൂലായിരുന്നു, കംപ്ലീറ്റ് മോഡറേറ്റിംഗ് എഫക്റ്റ് നമുക്ക് കിട്ടാനുള്ള സാധ്യത ഇല്ലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ബട്ട് ഇവിടെ എനിഹൗ നമുക്ക് ആ പ്രശ്നങ്ങളൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുകയാണ് തൽക്കാലത്തേക്ക് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ മൺസൂൺ ക്ലൈമറ്റാണ് കേരളം എന്ന് പറയുമ്പോഴും പൂർണ്ണമായി മൺസൂൺ ക്ലൈമറ്റ് മാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നത് കേരളം ഒരു മൺസൂൺ ക്ലൈമറ്റാണ് ആസ് വെൽ ആസ് എ ട്രോപ്പിക്കൽ ക്ലൈമറ്റ്. അതുകൊണ്ട് കേരളത്തിൻ്റെ മൺസൂണിനെ എനിക്ക് എന്ത് വിളിക്കാം? ഒരു ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ് എന്ന് വിളിക്കാം. കേരളത്തിൻ്റെ മൺസൂണിനെ അല്ല, കേരളത്തിൻ്റെ ക്ലൈമറ്റിനെ എനിക്ക് എന്ത് വിളിക്കാം? ഒരു ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ് എന്ന് വിളിക്കാം. സോ കേരളത്തിൻ്റെ ക്ലൈമറ്റ് എന്താണ്? ഒരു ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റാണ്. ഇത് തന്നെയാണ് ഇന്ത്യയുടെയും കേട്ടോ. ഇന്ത്യയുടെ ക്ലൈമറ്റ് നോക്കിയാലും ഈ ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ് തന്നെയാണ്. ഇന്ത്യയുടെ കാര്യത്തിലും സമാനമായ സാഹചര്യം തന്നെയാണ്, വിപരീതമൊന്നുമല്ല. കേരളം ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസസ് കമ്പാരിറ്റീവ്ലി പ്ലസൻറ്റ് ആൻഡ് ഇക്വബിൾ ക്ലൈമറ്റ് ത്രൂ ഔട്ട് ദ ഇയർ ഡ്യൂ ടു ദി ലാൻഡ്സ് നിയർനെസ്നെസ് ടു ദി അറേബ്യൻ സീ ആൻഡ് ദി വെസ്റ്റേൺ ഘട്ട്സ് ഓൺ ദി ഈസ്റ്റ്. ഈ രണ്ട് ഘടകത്താൽ നമ്മൾ ഈ പറയുന്ന മോഡറേറ്റിംഗ് ഇഫക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതായത് ഈ ലാൻഡ് ബ്രീസ്, സീ ബ്രീസ് ഒക്കെ പോലുള്ള ഘടകങ്ങൾ ഉണ്ടാവുന്നുണ്ടടാ. ഇപ്പോൾ കടലും കരയും രണ്ടും പകൽ സമയത്ത് ഈ എന്താ പറയുക വെയിലേറ്റ് നിൽക്കുന്നുണ്ട്. പക്ഷെ കടൽ ചൂടാകാൻ കൂടുതൽ സമയമെടുക്കും. കാരണം വെള്ളമാണ് കടലിലുള്ളത്. വെള്ളത്തിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന വാല്യൂ സ്പെസിഫിക് ഹീറ്റ് കൂടുതലാണ്. കൂടുതൽ സമയം ഞാൻ ഊർജ്ജം സപ്ലൈ ചെയ്താൽ അല്ലെങ്കിൽ ഹീറ്റ് സപ്ലൈ ചെയ്താൽ മാത്രം അതിൽ ടെമ്പറേച്ചർ കൂടുള്ളൂ. പക്ഷേ ലാൻഡ് സോളിഡാണ്, സ്പെസിഫിക് ഹീറ്റ് കുറവാണ്. അതുകൊണ്ട് കുറച്ച് നേരം നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അത് ചൂടാവും, ടെമ്പറേച്ചർ ഉയരും. അങ്ങനെ ലാൻഡ് പെട്ടെന്ന് തന്നെ സൂര്യപ്രകാശമേറ്റ് ചൂടാവും കടലിനെ അപേക്ഷിച്ച്. അങ്ങനെ ലാൻഡിന് മുകളിലുള്ള എയറും മറ്റുമൊക്കെ ഈ ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് ലൈറ്ററാകും, അല്ലെങ്കിൽ ഡെൻസിറ്റി കുറയും. ഡെൻസിറ്റി കുറഞ്ഞ് ഈ കാറ്റ് ഈ എയറിൻ്റെ ലാൻഡ് മാസിന് മുകളിലുള്ള എയർ മുഴുവൻ റൈസ് ചെയ്ത് മുകളിലേക്ക് പോകും. അങ്ങനെ പോകുന്ന സമയത്ത് ഈ ലാൻഡിന് മുകളിലുണ്ടായിരുന്ന എയർ എല്ലാം കൂടി എസ്കേപ്പ് ചെയ്ത് മുകളിലേക്ക് പോയി. അപ്പോൾ ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ കടൽ വെള്ളം തണുത്ത് തന്നെയാണ് കിടക്കുന്നത്. ചൂടടിക്കുന്നുണ്ടെങ്കിലും റെസ്പെക്റ്റീവ് ഓഫ് ദ ഹീറ്റ് ദാറ്റ് ഈസ് സപ്ലൈഡ് ബൈ ദി സൺ, കടൽ ഹീറ്റായി തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അതിനോട് തൊട്ട് മുകളിലുള്ള എയർ നോക്കുമ്പോഴും അതുപോലെ തണുത്തിരിക്കുക. കാരണം ചൂടാവാൻ വേറെ രീതിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ തണുത്ത എയർ ആയതുകൊണ്ട് അത് താഴെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കടലിന് മുകളിൽ ഇഷ്ടംപോലെ എയർ പ്രസൻസ് ഉണ്ട്. എന്നാൽ കരയ്ക്ക് മുകളിൽ ഞാൻ നോക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന എയറൊക്കെ കൂടി ഇവോപ്പറേറ്റ് ചെയ്ത് മുകളിലേക്കും പോയി. സോ വി ഹാവ് എന്താ പറയുക ഡെഫിഷ്യൻസി ഓഫ് എയർ ഇൻ എന്താ പറയുക എബവ് ദി ലാൻഡ് ആൻഡ് സഫിഷ്യൻസി ഓഫ് എയർ അല്ലെങ്കിൽ ഒരു സഫിഷ്യൻസി ഓഫ് എയർ ഇൻ ദി ഓഷൻ പോർഷൻ. അപ്പോൾ അത് നമ്മൾ പ്രഷർ എന്ന് പറയുന്നില്ല. എയർ കൂടുതലുള്ള സ്ഥലത്ത് നമ്മൾ പ്രഷർ കൂടുതലാണെന്നും എയർ കുറഞ്ഞ സ്ഥലത്തിൻ്റെ പ്രഷർ കുറവാണെന്നും വിളിക്കും. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ കരയ്ക്ക് മുകളിൽ എയർ എല്ലാം എസ്കേപ്പ് ചെയ്ത് പോയപ്പോൾ ഒരു ലോ പ്രഷർ റീജിയൻ ക്രിയേറ്റ് ചെയ്തു, ഒരു LP ലോ പ്രഷർ റീജിയൻ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ കടലിൽ എന്തുകൊണ്ട് ഒരു HP ഒരു ഹൈ പ്രഷർ റീജിയനുമാണ് നിലവിലുള്ളത്. നമുക്കറിയാവുന്നൊരു വസ്തുത ഉണ്ടല്ലോ, കാറ്റ് ഈ എയർ ഫ്ലോ ചെയ്യണമെങ്കിൽ അതിനൊരു ഗ്രേഡിയൻ്റ്, ഒരു ഡിഫറൻസ് വേണം. എന്ത് ഡിഫറൻസ് വേണം? പ്രഷർ ഡിഫറൻസ് വേണം.
ഉയർന്ന മർദ്ദമുള്ള സ്ഥലങ്ങളിൽ നിന്ന് കുറഞ്ഞ മർദ്ദമുള്ള സ്ഥലങ്ങളിലേക്കാണ് എയറിൻ്റെ ഫ്ലോ നടക്കുക. ഹൈ പ്രഷർ റീജിയൻ ടു ലോ പ്രഷർ റീജിയൻ ഇത് ഫ്ലോ ചെയ്യും. അങ്ങനെ ഇരിക്കെ ആ സാഹചര്യം ഉള്ളതുകൊണ്ട് കടലിലുള്ള ഹൈ പ്രഷർ റീജിയനിൽ നിന്നും കരയിലേക്ക് എന്ത് ചെയ്യും? കാറ്റ് വീശും. നമുക്ക് കാണാൻ പറ്റും. ഈ കാറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തണുത്ത കാറ്റല്ലേ, കടൽ തണുത്ത് കിടക്കുമായിരുന്നു. അപ്പോൾ ഇത് തണുത്ത കാറ്റ്. ഈ തണുത്ത കാറ്റ് എന്ത് ചെയ്യുന്നു? ഇവിടെ കിട്ടുന്ന ചൂടിനെ, ഈ കര ചൂടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയെ ഒന്ന് മിതപ്പെടുത്തും ഈ തണുത്ത കാറ്റ്. കാര്യം പിടികിട്ടിയോ? ഇതിനെ വേറൊരു പേര് വിളിക്കുമല്ലോ. ഇതിനെ വിളിക്കുന്ന പേരാണ് സീ ബ്രീസ്. ഇതാണ് സീ ബ്രീസ് എന്ന് പറയുന്നത്, അല്ലേ? കടൽ കാറ്റ്. ഇത് രാത്രിയാകുമ്പോൾ നേരെ തിരിയും. രാത്രിയാകുമ്പോൾ നമ്മുടെ കര പെട്ടെന്ന് ചൂടായതുപോലെ തന്നെയാണ്, പെട്ടെന്ന് ചൂടിറങ്ങുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ തണുക്കുകയും ചെയ്യും. പക്ഷേ കടലാണെങ്കിലോ വൈകുന്നേരം വരെ കിട്ടിയ സൂര്യപ്രകാശത്തിൻ്റെ ബലത്തിൽ ചൂടാവും. വൈകുന്നേരം ആകുമ്പോഴേക്കുമാണ് ഇതൊന്ന് ചൂടാകുന്നത്. പിന്നെ അത് തണുക്കാനും കുറേ പാടാം. രാത്രി മുഴുവൻ കടൽ ചൂടായി നിൽക്കും. ആ ചൂടുള്ള സമയത്ത് നേരെ തിരിച്ച് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഫിനോമിന നടക്കും. അത് നമ്മൾ എന്ത് വിളിക്കും? ലാൻഡ് ബ്രീസ് എന്ന് വിളിക്കും. അതിനെന്ത് വിളിക്കും നമ്മൾ? ലാൻഡ് ബ്രീസ് എന്ന് വിളിക്കും. അതാ. അപ്പോൾ ഈ രണ്ട് പ്രതിഭാസങ്ങളൊക്കെ നടക്കുന്നതൊക്കെയാണ് ഈ പറയുന്ന മോഡറേറ്റിംഗ് ഇഫക്റ്റ് ആർക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നത്? കേരളത്തിന് മുകളിലേക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നത് എന്നുള്ളതാണ് വാസ്തവം. പിടിയിട്ടുന്നുണ്ടോ? സെറ്റ്. അതാണ് കാര്യം. ലാൻഡ് ബ്രീസും സീ ബ്രീസും ഒക്കെ കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു മോഡറേറ്റിംഗ് ഇഫക്റ്റ് നമ്മുടെ താപനിലയ്ക്ക് കിട്ടും. അതുകൊണ്ടാണ് ഈ ഒരു ഫാക്റ്റ് ഇവിടെ വന്നത്. ഇതിന് കാരണം നമുക്കിവിടെ അറബിക്കടൽ ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ സമീപ പ്രദേശത്ത് അറബിക്കടൽ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഈ മോഡറേറ്റ് കിട്ടിയത്. അല്ലായിരുന്നെങ്കിൽ അത് കിട്ടില്ലായിരുന്നു. അതിൻ്റെ ഈ ഒരു ഇത്രയും നല്ലൊരു ഇൻഫ്ലുവൻസ് നമുക്കത് തരില്ലായിരുന്നു എന്നുള്ളതാണ്. ദ ടെമ്പറേച്ചർ ഇൻ കേരള നോർമലി റേഞ്ചസ് ഫ്രം 28 degrees Celsius to 32 degrees Celsius on coastal plains and about 20 degrees Celsius in the highlands. ഉയരമുള്ള പ്രദേശങ്ങളിൽ ഒരു 20 ഡിഗ്രിയും ബാക്കിയുള്ളിടങ്ങളിൽ ഒരു 28 മുതൽ 32 ഡിഗ്രി വരെയൊക്കെയുള്ള ഒരു ടെമ്പറേച്ചറാണ് ആവറേജ് നമ്മൾ പറയുന്നതെന്നുള്ളത്. ഇന്നിപ്പോൾ ഇതിനകത്ത് വ്യത്യാസം ഉണ്ടാകും. കാരണം കുറച്ചുകൂടി കൂടുതൽ താപനില നമ്മൾ അനുഭവപ്പെടുന്ന കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട്. The highlands of Kerala enjoys a cool and refreshing climate due to the phenomena called atmospheric lapse rate. എന്താണ് അറ്റ്മോസ്ഫിയറിക് ലാപ്സ് റേറ്റ്? നമ്മൾ ലാലേട്ടൻ പറയുന്നതോട് ഉയരം കൂടുന്തോറും ചായയ്ക്ക് സ്വാദ് കൂടും എന്ന് പറയുന്നത് പോലെ തന്നെ ഉയരം കൂടുന്തോറും താപനില കുറയും. ഉയരം കൂടുന്തോറും താപനില കുറയും. അതായത് ഓരോ 1000 മീറ്റർ നമ്മൾ മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോഴും 6.5 ഡിഗ്രി സെൽഷ്യസിൻ്റെ എന്തുണ്ടാവും? ഡ്രോപ്പ് ഉണ്ടാവും. ടെമ്പറേച്ചർ ഡ്രോപ്പ് ഉണ്ടാവും. ഇവിടെ കിട്ടുന്നുണ്ടോ? ഓരോ 1000 മീറ്റർ നമ്മൾ പോകുമ്പോൾ, അതായത് 1 കിലോമീറ്റർ, 1000 മീറ്റർ എന്ന് പറയുമ്പോൾ 1 കിലോമീറ്റർ മൂവ് ചെയ്യുമ്പോൾ 6.5 ഡിഗ്രി സെൽഷ്യസിൻ്റെ ടെമ്പറേച്ചർ ഡ്രോപ്പ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഭാഗത്ത് പ്ലെയിൻസ്, സമതല പ്രദേശങ്ങളിൽ ഒരാൾ നിൽക്കുമ്പോൾ അയാൾക്ക് അനുഭവപ്പെടുന്ന താപനില 30 ഡിഗ്രി സെൽഷ്യസ് ആണ് എങ്കിൽ ഈ 1000 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്നയാൾ അനുഭവപ്പെടുന്ന താപനില എത്രയായിരിക്കും? ഇതിൽ നിന്ന് 6.5 ഡിഗ്രി കുറയ്ക്കണം. 23.5 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഈ പറയുന്ന പ്രദേശത്തെ താപനില. ഇതാണ് ഈ ഉയരം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയുന്നു എന്ന് പറയുന്നത്. എനിക്ക് ഉയരം എത്ര മീറ്റർ മുകളിൽ ഇത് മീൻ സീ ലെവലാണ്, MSL. കടൽ നിരപ്പാണെന്ന് കരുതിയാൽ കടൽ നിരപ്പിൽ നിന്ന് എത്ര മീറ്റർ ഉയരത്തിലേക്ക് പോകുന്നു അതിനാനുപാതികമായിട്ടുള്ള താപനിലയിലെ വ്യത്യാസം നമുക്ക് ഇത്തരത്തിൽ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളത് കൂടി അറിഞ്ഞിരിക്കും. ഇതെല്ലാം പോസിബിളാണ്. ഓക്കെ അല്ലേ? റൈറ്റ്. കേരളത്തിൻ്റെ ഹ്യൂമിഡിറ്റിയുടെ ഒരു പാറ്റേൺ പരിശോധിച്ചാൽ ഹ്യൂമിഡിറ്റി അത്യാവശ്യം ഉള്ളൊരു സംസ്ഥാനമാണ് കേരളം. കാരണം കോസ്റ്റൽ സ്റ്റേറ്റ് ആണ്. പൊതുവിൽ കോസ്റ്റൽ സ്റ്റേറ്റുകൾക്ക് ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും. ബിക്കോസ് ഒരു ഹ്യൂമിഡിഫയറിനെ പോലെ കടൽ അവിടെ കിടക്കുന്നുണ്ട്. ഇവോപ്പറേഷൻ നടക്കുമല്ലോ. രാവിലെ വെയിലടിച്ചിട്ടുണ്ടാകുന്ന താപനില കാരണമൊക്കെയുള്ള ഇവോപ്പറേഷൻസൊക്കെ വേണ്ടുവോളം നടക്കാൻ ഉള്ള ജലസ്രോതസ്സുകളുണ്ട് ചുറ്റുപാടിലും കേരളത്തിൻ്റെ. അപ്പം അതുകൊണ്ട് തന്നെ നല്ലപോലെ ഹ്യൂമിഡിറ്റി അനുഭവപ്പെടുന്നൊരു കണ്ടീഷൻ ഉള്ളൊരു നാടാണ് കേരളം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെ നോക്കിയാലും ഒരു നിയർലി ഒരു 65 to 70, ഏറ്റവും മിനിമം ഹ്യൂമിഡിറ്റി പരിശോധിച്ചാൽ പോലും ഒരു 65 എന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ആവറേജ് ഹ്യൂമിഡിറ്റി എൻ്റെ സ്റ്റേറ്റിൻ്റെ ഹ്യൂമിഡിറ്റിയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതിന് മുകളിൽ എപ്പോഴും നമുക്ക് ഹ്യൂമിഡിറ്റി ഉണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഹ്യൂമിഡിറ്റി അനുഭവപ്പെടുന്ന സമയമെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രസിപ്പിറ്റേഷൻ ഉണ്ടാകുന്ന സമയമാണ്. കേരളത്തിന് ഏറ്റവും കാര്യമായ രീതിയിലുള്ള പ്രസിപ്പിറ്റേഷൻ ഉണ്ടാകുന്ന സമയമെന്ന് പറയുന്നത് അത് സൗത്ത് വെസ്റ്റ് മൺസൂൺ കാലഘട്ടമാണ്. സോ സൗത്ത് വെസ്റ്റ് മൺസൂൺ സമയത്ത് വേണ്ടുവോളം ഹ്യൂമിഡിറ്റി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഏറ്റവും കുറവ് ഹ്യൂമിഡിറ്റി നമുക്ക് വരുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമിഡിറ്റി ഏറ്റവും കുറവ് ഏതാണ്? നമുക്ക് പൊതുവെ പെട്ടെന്ന് തോന്നും സമ്മർ സീസൺ ആണെന്ന്. അല്ല, സമ്മറിലും നല്ലപോലെ ഹ്യൂമിഡിറ്റി ഉണ്ട് കേരളത്തിന്. കാരണം ഇവോപ്പറേഷൻ നല്ലപോലെ ഉണ്ടാവും, അല്ലേ? ഇവോപ്പറേഷൻസൊക്കെ
നല്ലപോലെ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ അത് പോരാങ്ങിയിട്ട് നമുക്ക് മഴയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ സമ്മറിൽ നമുക്ക് മഴ കിട്ടും. അപ്പോൾ ഈ രണ്ട് സാഹചര്യത്താൽ സമ്മറിൽ അത്യാവശ്യം ഹ്യൂമിഡിറ്റി ഉണ്ട്. അപ്പോൾ ഏറ്റവും കുറവ് ഹ്യൂമിഡിറ്റി വരുന്നത് ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്, ഭയങ്കര ലോജിക്കലാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ മോയ്സ്ചറൈസറും അല്ലെങ്കിൽ ലിപ് ബാമും ഒക്കെ പോലുള്ള വരണ്ട് പൊട്ടുന്നത്, വരൾച്ച, സ്കിന്നിന് ഡ്രൈനെസ് ഉണ്ടാകുന്നതൊക്കെ പ്രതിരോധിക്കാനുള്ള പിന്നെ ഈ കോസ്മെറ്റിക്സ് ഒക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സമയം ഏത് സീസണാണ്? വിൻ്റർ സീസൺ. അത്രയേ ഉള്ളൂ. പിടികിട്ടിയോ? അപ്പോൾ ഏറ്റവും കൂടുതൽ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്നത്, ഡ്രൈ ആയിട്ടുള്ള പ്രസിപ്പിറ്റേഷൻ ഏറ്റവും കുറഞ്ഞ, അതുകൊണ്ട് തന്നെ ഹ്യൂമിഡിറ്റി ഏറ്റവും കുറഞ്ഞ സാഹചര്യം വിൻ്റർ സീസൺ ആയിരിക്കും. അതങ്ങനെ ആ ലോജിക്ക് ഉപയോഗിച്ച് നമുക്ക് അങ്ങ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ, സോ ആസ് ദി സ്റ്റേറ്റ്. അതുപോലെ തന്നെ വേറെ ഒരു കാര്യമുണ്ട് നമ്മുടെ ഹ്യൂമിഡിറ്റിയുടെ കാര്യത്തിൽ. ഇപ്പോൾ നമ്മളൊരു കോസ്റ്റൽ സ്റ്റേറ്റ് ആണല്ലോ. കോസ്റ്റൽ സ്റ്റേറ്റായ കേരളത്തിൻ്റെ തീരദേശ പ്രദേശവും അതുപോലെ കിഴക്കൻ ഉൾനാടൻ പ്രദേശങ്ങളെയും പരിഗണിച്ചാൽ ഏറ്റവും കൂടുതൽ ഹ്യൂമിഡിറ്റി അനുഭവപ്പെടുന്ന മേഖല ഏതായിരിക്കും? ലോജിക്കലി ആലോചിച്ചാൽ അറിയാം. തീരദേശ പ്രദേശമാണ്. കാരണം കടലുണ്ട്, ഇഷ്ടംപോലെ വെള്ളമുണ്ട്, അത് ഇവോപ്പറേറ്റ് ചെയ്ത് ആവശ്യത്തിന് ഹ്യൂമിഡിറ്റി തീരദേശ പ്രദേശത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോസ്റ്റൽ റീജിയനിലാണോ ഇൻറ്റീരിയർ ഓഫ് കേരളയിലാണോ ഏറ്റവും കൂടുതൽ ഹ്യൂമിഡിറ്റി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുക എന്ന് വെച്ചാൽ ഏതൊരു സമയത്ത് നോക്കിയാലും അത് കൂടുതൽ അനുഭവപ്പെടുന്നത് കോസ്റ്റൽ ഏരിയയിലായിരിക്കും. പിന്നെ പ്രൊവൈഡഡ് ദാറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഏറ്റവും കൂടുതൽ പ്രസിപ്പിറ്റേഷൻ ഉള്ള സമയമുണ്ടല്ലോ കേരളത്തിൻ്റെ, മഴക്കാലം. ആ മഴക്കാലത്തിൻ്റെ കാര്യത്തിൽ പക്ഷേ ഈ ഒരു വേരിയേഷൻ വളരെ മിനിമലായിരിക്കും. മോർ ഓർ ലെസ് ഇൻറ്റീരിയർ ഓഫ് കേരള ആയാലും ശരി, കോസ്റ്റൽ ഏരിയ ആയാലും ശരി, ഈ മഴക്കാലമാണ് എന്നുണ്ടെങ്കിൽ ഹ്യൂമിഡിറ്റി മോർ ഓർ ലെസ് ഈക്വൽ ഒന്നും അല്ല, എന്നിരുന്നാലും ആ ഒരു വേരിയേഷൻ ഭയങ്കര കുറവായിരിക്കും. വലിയ ഡിഫറൻസ് ഒന്നും രണ്ടും നമ്മൾ പറയാൻ ഉണ്ടാകില്ല. കാരണം മഴ കിട്ടുമ്പോൾ കോസ്റ്റൽ എന്നോ പർവ്വത മേഖലയെന്നോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ഈ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ വിൻഡ്വേർഡ് സൈഡിൽ വരുന്ന എൻ്റയർ പോർഷനിലും നല്ലപോലെ മഴ കിട്ടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ആ ഒരു വേരിയേഷൻസ് മിനിമലായിരിക്കും എന്നുള്ളത് കൂടി പറയാൻ പറ്റും. അല്ലാത്ത പക്ഷം കോസ്റ്റൽ ഏരിയയിൽ കൂടുതലും ഉൾനാടൻ പ്രദേശങ്ങളിൽ കുറവുമാണ് ഹ്യൂമിഡിറ്റിയുടെ അവസ്ഥ എന്ന് മനസ്സിലാക്കുക. ആസ് ദി സ്റ്റേറ്റ് സ്ട്രെച്ചസ് ഫ്രം നോർത്ത് ടു സൗത്ത് വിത്ത് ദി അറേബ്യൻ സീ ഇൻ ഇറ്റ്സ് വെസ്റ്റ്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഈസ് ജനറലി ഹൈ ഓവർ ദി സ്റ്റേറ്റ്. ശരിയാണ്. ഇൻ ദി പീരീഡ് January to March, afternoon humidity reduces to 60 to 63%, varying from 35% in the interior to 71% in the coastal area. അത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള സമയത്തെ കാര്യം പറയുന്നതാണ്. അവിടെ നോക്ക്, 35% ഇൻറ്റീരിയർ ഓഫ് കേരളത്തിലെ ഹ്യൂമിഡിറ്റി എങ്കിൽ 71% കോസ്റ്റൽ ഏരിയയിൽ. ഓൾമോസ്റ്റ് ഡബിളാണ് അല്ലേ? 35 ഡബിളും അല്ല, ഡബിളിൽ നിന്നും 1% കൂടുതലുണ്ട് കോസ്റ്റൽ ഏരിയയിലെയും ഇൻറ്റീരിയറിലെയും ഹ്യൂമിഡിറ്റി ഡിഫറൻസ് എന്ന് പറയുന്നത്. അതുപോലെ ദ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഇൻ ദി മൺസൂൺ പീരീഡ് റൈസസ് ടു അബൌട്ട് 85% ഫോർ ദ സ്റ്റേറ്റ് ആൻഡ് ദ വേരിയേഷൻ ഇൻ ദിസ് പീരീഡ് ഇസ് ആക്ച്വലി മിനിമം. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാലും അറിയാം, കണ്ടോ? അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്ന ആ ഒരു ഗ്രാഫ് ചിത്രം നോക്കിയാലും അറിയാൻ പറ്റുന്നു, കണ്ടോ? ഏറ്റവും കൂടുതൽ ഹ്യൂമിഡിറ്റി കാണിച്ചിരിക്കുന്ന മാസം ജൂലൈ ആണ്. അത് കഴിഞ്ഞാൽ അതിനോട് സമാനമായിട്ട് നിൽക്കുന്നുണ്ട് ഓഗസ്റ്റും ജൂണും. അപ്പോൾ ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ മഴക്കാലമാണ്. ഓക്കെ, നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്ന ആ മഴക്കാലമാണ്. അതിനുശേഷം അതിൻ്റെ ഒരു ഗ്രാജുവൽ ഡിക്ലൈൻ നമുക്ക് കാണാൻ പറ്റും. സെപ്റ്റംബറിൽ പിന്നെയും കുറഞ്ഞു, ഒക്ടോബർ ആയപ്പോൾ വീണ്ടും കുറഞ്ഞു, നവംബറിൽ പിന്നെയും കുറച്ചുകൂടെ കുറഞ്ഞു, ഡിസംബർ ആയപ്പോഴേക്കും ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ആര് വന്നു? നമ്മുടെ ഹ്യൂമിഡിറ്റി വന്നിട്ടുണ്ട്. എസ്പെഷ്യലി ഡിസംബറിലേക്ക് മാത്രം എന്നതിന് പരിഗണിക്കേണ്ട. ഡിസംബർ നോക്കിയാലും ജനുവരി നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്നത് ഏറ്റവും താഴ്ന്ന നിലയിലുള്ള ആ ഒരു ഹ്യൂമിഡിറ്റി ലെവൽസാണ്. അത് വീണ്ടും ജനുവരി കഴിയുമ്പോൾ പതിയെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ പറ്റും. ഫെബ്രുവരി ആയപ്പോൾ കുറച്ചുകൂടി കൂടി, മാർച്ചിൽ വീണ്ടും കൂടി, പിന്നെ ദെൻ ഒരു ഗ്രാജുവൽ ഇൻക്രീസ് ആണ്. ഏപ്രിൽ, മെയ്, ജൂൺ ആയപ്പോൾ വീണ്ടും വി ഹാവ് റീച്ച്ഡ് ഇൻ ദി ടോപ്പ് ലെവൽ ഓഫ് മോയ്സ്ചർ ഇൻ ദി എയർ. പിടികിട്ടിയോ? ഈ ഒരു രീതിയിലാണ് നമ്മുടെ സ്റ്റേറ്റിൽ ഹ്യൂമിഡിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾ അറിയേണ്ട കാര്യമാണ് അല്ലേ? യെസ്. ടെമ്പറേച്ചർ, ഡേ ടെമ്പറേച്ചർ ആർ മോർ ഓർ ലെസ് യൂണിഫോം ഓൾ ഓവർ ദ പ്ലെയിൻ throughout except during monsoon months where these temperature drop down to about 3 to 5 degrees Celsius. കുറയും മൺസൂൺ സമയത്ത്. അല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ ഡേ ടെമ്പറേച്ചർ മോർ ഓർ ലെസ് യൂണിഫോം ആണ് എന്നാണ് പറയുക. ബോത്ത് ഡേ ആൻഡ് നൈറ്റ് ടെമ്പറേച്ചർ ആർ ലോവർ ഓവർ ദി പ്ലാറ്റ്യൂ ആൻഡ് അറ്റ് ഹൈ ലെവൽ സ്റ്റേഷൻസ് ഓവർ ദി പ്ലെയിൻ. ഇപ്പം ഹൈ ലെവൽ സ്റ്റേഷൻസിൽ ഉയരം കൂടിയ സ്ഥലങ്ങളിൽ ഡേ ആയിട്ടും നൈറ്റ് ടെമ്പറേച്ചർ ആയാലും താരതമ്യേന കുറവായിരിക്കും. ഡേ ടെമ്പറേച്ചർ ഓഫ് കോസ്റ്റൽ പ്ലേസസ് ആർ ലെസ് ദാൻ ദോസ് ഓഫ് ദി ഇൻറ്റീരിയർ. ഡേ ടെമ്പറേച്ചർ കോസ്റ്റൽ ഏരിയയിലത് മറ്റ് പ്രദേശത്ത് അപേക്ഷിച്ച് കുറവാണ്. വൈ? ബിക്കോസ് ഓഫ് ദിസ് മോഡറേറ്റിംഗ്, നമ്മൾ നേരത്തെ കണ്ട ആ ഒരു മോഡറേറ്റ് എഫക്റ്റ് കാരണം. ഏറ്റവും കൂടുതൽ ചൂടുള്ള മാസമായി നമ്മൾ പരിഗണിക്കുന്നത് മാർച്ച് മാസത്തെയാണ് കേട്ടോ. മാർച്ച് ഈസ് ദി ഹോട്ടസ്റ്റ് മന്ത് വിത്ത് എ മീൻ മാക്സിമം ടെമ്പറേച്ചർ ഓഫ് അബൌട്ട് 33 degrees Celsius.
എത്രയാണ്? ഒരു 33 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഉള്ള ഒരു ആവറേജ് ടെമ്പറേച്ചറോട് കൂടി ഏറ്റവും കൂടുതൽ ചൂടുള്ള മാസമായിട്ട് നമുക്ക് ആരെ കണക്കാക്കാം? മാർച്ചിനെ കണക്കാക്കാം എന്നുള്ളതാണ്. ദ മീൻ മാക്സിമം ടെമ്പറേച്ചർ ഈസ് മിനിമം ഇൻ ദി മന്ത് ഓഫ് ജൂലൈ. ഏറ്റവും കുറഞ്ഞ താപനില നമുക്ക് എവിടെ കിട്ടും? ജൂലൈ മാസത്തിലാണ് കിട്ടുന്നത്. വെൻ ദ സ്റ്റേറ്റ് റിസീവ്സ് പ്ലെൻറ്റി ഓഫ് റെയിൻഫോൾ ആൻഡ് ദ സ്കൈ ഈസ് ഹെവിലി ക്ലൗഡഡ്. ആകാശം നല്ലപോലെ ക്ലൗഡഡ് ആയിട്ട് നിൽക്കുന്ന സാഹചര്യമായതുകൊണ്ട് സൂര്യപ്രകാശത്തിന് അധികം ഭൂമിയിലേക്ക് കേരളത്തിലേക്ക് കടന്നു വരാൻ സാധിക്കാതെ നിൽക്കുന്ന സമയം സോളാർ ഇൻസുലേഷൻസ് കുറയുമല്ലോ. അതൊക്കെയാണ് ഇവിടെ എന്തിന് കാരണമാവുന്ന, ടെമ്പറേച്ചർ കുറച്ച് നിർത്താനായിട്ട് കാരണമാവുന്നത്. അപ്പോൾ എസെൻഷ്യലി ഏറ്റവും കുറവ് താപനില കിട്ടുന്നത് ഡിസംബറിലോ ജനുവരിയിലോ ഒന്നും അല്ല, ജൂലൈ മാസത്തിലാണ് ഏറ്റവും കുറവ് താപനില നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. ഡിസംബറിലും കുറയും, നമുക്ക് പറയാൻ പറ്റും. ജനുവരി മാസത്തിൽ താരതമ്യേന കുറച്ചുകൂടി കുറവ് അനുഭവപ്പെടുന്നുണ്ട്. വിൻ്റർ സീസണിൽ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത് ജനുവരിയിലാണെന്ന് പറയാൻ പറ്റും. എസെൻഷ്യലി എൻ്റെ സ്റ്റേറ്റ് ഓഫ് കേരളത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ സീസൺസ് പരിഗണിക്കുമ്പോൾ ജൂലൈയിലാണെന്ന് മനസ്സിലാക്കുക. ഇറ്റ് ഈസ് 28.5 degrees Celsius for the state as a whole in July, varying from 28 degrees Celsius in the north to 29 degrees Celsius in the south. 28 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിരിക്കും ആ സമയത്ത് ഒരു ആവറേജ് ടെമ്പറേച്ചർ നമുക്കിവിടെ പരിഗണിക്കാൻ സാധിക്കുക. The inland stations experience higher maximum temperatures than the coastal stations. ചൂടിൻ്റെ കാര്യത്തിലും കോസ്റ്റൽ ഏരിയയേക്കാൾ കൂടുതൽ അനുഭവപ്പെടും എവിടെ? ഇൻലാൻഡ് ആയിട്ടുള്ള റീജിയനുകളിൽ. ഹ്യൂമിഡിറ്റിയുടെ കാര്യം കോസ്റ്റൽ ഏരിയയിലായിരുന്നു കൂടുതലെങ്കിൽ ഇവിടെ ടെമ്പറേച്ചറിൻ്റെ കാര്യത്തിൽ കോസ്റ്റൽ ഏരിയയിൽ ടെമ്പറേച്ചർ കുറവായിരിക്കും താരതമ്യേന ഇൻലാൻഡ് ഏരിയകളെ കമ്പയർ ചെയ്യുമ്പോൾ. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇപ്പോൾ അറിയാം. ഫ്രം മെയ് ഓൺവേർഡ്സ് ബോത്ത് ദി മാക്സിമം ആൻഡ് മിനിമം ടെമ്പറേച്ചർ സ്റ്റാർട്ട്സ് ഫാളിങ്. പെട്ടെന്ന് ഈ മിനിമം ടെമ്പറേച്ചർ മാക്സിമം ടെമ്പറേച്ചറൊക്കെ പെട്ടെന്ന് തന്നെ മെയ് കഴിയുന്നത് തൊട്ട് പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും? കുറയാൻ തുടങ്ങുന്നുണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. റെയിൻഫോളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെ ആവറേജ് ആനുവൽ റെയിൻഫോൾ എന്നൊക്കെ പറയുന്നത് ഒരു 300 സെൻറ്റിമീറ്റർ ആയിട്ട് നമ്മൾ പറയാം. 300 സെൻറ്റിമീറ്റർ, മാക്സിമം ഒരു 360 സെൻറ്റിമീറ്ററും മിനിമം ഒരു 180 സെൻറ്റിമീറ്ററും ഒക്കെ മഴ കിട്ടുന്ന ഒരു സാഹചര്യം നമുക്ക് പറയാൻ സാധിക്കും നോർത്ത് സൗത്ത് റീജിയനുകളെ പരിഗണിക്കുമ്പോൾ. സൗത്തിൽ ഒരു 180 സെൻറ്റിമീറ്റേഴ്സ് ഓഫ് മഴയും നോർത്തിൽ ഒരു 360 സെൻറ്റിമീറ്റേഴ്സ് ഓഫ് മഴയൊക്കെ കിട്ടും. അങ്ങനെ ആവറേജ് നമുക്കൊരു 300 സെൻറ്റിമീറ്റർ ആനുവൽ ആവറേജ് റെയിൻഫോൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു സംസ്ഥാനമാണ് കേരളം. ദി സൗത്ത് വെസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ ജൂൺ മുതൽ ഒക്ടോബർ അല്ല സെപ്റ്റംബർ വരെ, ഒക്ടോബർ ഇല്ല സെപ്റ്റംബർ വരെ മതി. ദി സൗത്ത് വെസ്റ്റ് മൺസൂൺ ജൂൺ ടു സെപ്റ്റംബർ ഈസ് ദി പ്രൈമറി റെയിനി സീസൺ ഇൻ കേരള വെൻ ദ സ്റ്റേറ്റ് റിസീവ്സ് അബൌട്ട് 70% ഓഫ് ഇറ്റ്സ് ആനുവൽ റെയിൻഫോൾ. നമ്മുടെ മഴക്കാലങ്ങളിൽ ഏറ്റവും പ്രമുഖൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മളെ മഴയിൽ സന്തോഷിപ്പിക്കുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂൺ തന്നെയാണ്. കാരണം നമുക്ക് കിട്ടേണ്ട മഴയുടെ സ്റ്റേറ്റിന് കിട്ടേണ്ട ടോട്ടൽ റെയിനിൻ്റെ 70% ഓർ മോർ മഴയും നമുക്ക് പെയ്തൊഴിയുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ ആ ഒരു 4 മാസ കാലയളവിനുള്ളിലാണ്. ദ മൺസൂൺ റെയിൻഫോൾ ആസ് പെർസെൻറ്റേജ് ഓഫ് ആനുവൽ റെയിൻഫോൾ ഡിക്രീസസ് ഫ്രം നോർത്ത് ടു സൗത്ത്, വേരീസ് ഫ്രം 83% ഇൻ ദ നോർത്ത് ടു 50% ഇൻ ദി സൗത്ത്. അതായത് ഏറ്റവും വടക്കുള്ള ജില്ലകൾ പരിശോധിക്കുമ്പോഴാണ് കൂടുതൽ മഴ കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുക. മഴയുടെ ഡിസ്ട്രിബ്യൂഷൻ പൊതുവിൽ നമുക്ക് തെക്കൻ ജില്ലയിൽ കുറവും വടക്കൻ ജില്ലകളിൽ കൂടുതലുമായിരിക്കും. അതിപ്പോൾ 2 കാരണം, ഞാനത് റെയിനി സീസണിലേക്ക് പോയി നമ്മൾ റെയിനിനെ പറ്റി അല്ലെങ്കിൽ മൺസൂണിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയാം. പക്ഷേ അതെന്തായാലും അറിഞ്ഞു വെച്ചോ, അവസ്ഥ ഇങ്ങനെയാണ്. നോർത്തേൺ കേരളയ്ക്കായിരിക്കും കൂടുതൽ മഴ കിട്ടുക, സദേൺ കേരളയ്ക്ക് കിട്ടുന്ന മഴയുടെ എമൗണ്ട് കുറവായിരിക്കും. നമ്മൾ ആവറേജ് ഇയർലി റെയിൻഫോളിൻ്റെ കാര്യം പോലും നോക്കിയപ്പോൾ സൗത്ത് 180, നോർത്ത് 360, ഓൾമോസ്റ്റ് ഡബിൾ റെയിൻ കിട്ടുന്നുണ്ട് എന്നുള്ളതും കണ്ടതാണ്. അതിന് കാരണമുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മഴ നോക്കുന്ന സമയത്ത് ആ ഒരു കാരണം കൂടിയൊക്കെ നമുക്ക് പറഞ്ഞു പോകാമെന്നുള്ളതാണ് കേട്ടോ. ദ നോർത്ത് ഈസ്റ്റ് മൺസൂൺ റെയിൻഫോൾ വിച്ച് ഇസ് അനദർ റെയിൻഫോൾ സീസൺ ഇൻ കേരള വിച്ച് ഇസ് ആക്ച്വലി കുറവാണ്. ഒരു മാസം മാത്രം നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ 1.5 മാസം മാത്രം നീണ്ടു നിൽക്കുന്ന പോലെ ചെറിയൊരു മഴക്കാലമാണ് ഈ നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത്. അതിനെ റിട്രീറ്റിംഗ് മൺസൂൺ എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ ഇത് നോർത്ത് ഈസ്റ്റ് മൺസൂണിൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ച അവസ്ഥ. അതായത് സൗത്ത് കേരളയ്ക്ക് കൂടുതൽ മൺസൂൺ നോർത്ത് ഈസ്റ്റ് സമയത്ത് ഉണ്ടാവും, നോർത്തേൺ കേരളയ്ക്ക് അവിടെ കുറവായിരിക്കും. അതായത് 9% ഓഫ് റെയിൻ ആയിരിക്കും നോർത്തേൺ കേരളയ്ക്ക്, 27% ഓഫ് റെയിൻ സദേൺ ഡിസ്ട്രിക്ട്സിന് കിട്ടുകയും ചെയ്യും. എന്നിരുന്നാലും ആവറേജ് ആനുവൽ റെയിൻഫോളിൻ്റെ കണക്ക് പരിശോധിക്കുമ്പോൾ അത് നോർത്തേൺ കേരളയ്ക്ക് തന്നെയാണ് കൂടുതൽ കിട്ടുന്നത്. കാരണം കേരളത്തിന് കിട്ടേണ്ട 70% കൂടുതൽ മഴയും സപ്ലൈ ചെയ്യുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂണാണ്. ആ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഏറ്റവും കൂടുതൽ പെയ്തൊഴിയുന്നത് നോർത്തേൺ കേരളയ്ക്കാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതിന് അങ്ങനൊരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നത്. ഓക്കെ, so moving on, the rainfall amounts in the state decreases towards the south
സൗത്തിലേക്ക് വരുന്നതനുസരിച്ച് കുറയുന്നു എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിലേറ്റവും കുറവ് റിപ്പോർട്ട് ചെയ്യുന്ന ജില്ല തിരുവനന്തപുരമാണ്. ഏറ്റവും മിനിമൽ റെയിൻഫോൾ കിട്ടുന്ന സ്ഥലം ഏത് ജില്ലയാണ്? തിരുവനന്തപുരം ജില്ലയാണ്. ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ മഴക്കാലമൊക്കെ ആകുമ്പോൾ അത്യാവശ്യം മഴ കിട്ടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും കുറവാണ് ആ കിട്ടുന്നതെന്ന് കാണുമ്പോൾ മനസ്സിലാക്കേണ്ടതാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും നമുക്കപ്പോൾ മറ്റ് ജില്ലകളിലൊക്കെ എത്രത്തോളം, അല്ലെങ്കിൽ വടക്കൻ ജില്ലകളിലൊക്കെ എത്രത്തോളമാണ് നമുക്ക് മഴ കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം, ഒന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. The southwest monsoon set over the southern part of the state by about 1st of June and extends over the entire state by 5th of June. ഇതിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പ്രധാനിയായ സൗത്ത് വെസ്റ്റ് മൺസൂൺ ജൂൺ 1 തീയതിയാണ് കേരള കോസ്റ്റ് തൊടുന്നത്. ജൂൺ 1 തീയതി കേരള കോസ്റ്റ് തൊടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഇടവ മാസം പകുതിയോടുകൂടി കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അത് ഇടവും 15-16 സമയമൊക്കെ ആവും ജൂൺ 1 തീയതി. ഇതാണ് സാധാരണയായി ഓൺസെറ്റ് ഓഫ് മൺസൂൺ എന്ന് നമ്മൾ പറയുന്നത്. മൺസൂണിൻ്റെ കേരളത്തിലേക്കുള്ള കടന്നുവരവ്. ഇന്ത്യയിലേക്ക് ഈ മൺസൂൺ പ്രവേശിക്കുന്നത് കേരളം മുഖാന്തരമാണ് കേട്ടോ. ഇന്ത്യയിൽ പോലും ഈ കേരളം മുഖാന്തരം തന്നെയാണ് നമ്മൾ മൺസൂൺ ഇന്ത്യയിലേക്ക് എത്തുന്നു എന്ന് നമ്മൾ പറയാറുള്ളത്. അവിടെ നിന്ന് ഏതാണ്ട് ഒരു 4-5 ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റയർ കേരളയിലേക്ക് ഈ മഴ വ്യാപിച്ചിട്ടുണ്ടാവും. ജൂൺ 5 തീയതിക്കുള്ളിൽ തന്നെ കേരളം ഉടനീളം മഴ പെയ്യുന്ന സാഹചര്യം തുടങ്ങും സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ കാരണമായിട്ട്. അത് വീണ്ടും ഒരു 5 ദിവസം കൂടെ കഴിയുമ്പോഴേക്കും അങ്ങ് വടക്കൻ കേരളത്തിൽ പോലും എത്തുന്ന രീതിയിലേക്ക്, വടക്കൻ കേരളമല്ല വടക്കൻ ഇന്ത്യയിലേക്ക് പോലും എത്തുന്ന രീതിയിലേക്ക് ഈ മഴ അങ്ങ് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടി മാത്രം പെയ്തൊഴിയാൻ വന്ന മഴയല്ല ഇത്, മുന്നോട്ട് പോകുന്നുണ്ട്. മറ്റ് പ്രദേശങ്ങളിലും ഇന്ത്യയുടെ ഏറ്റവും പ്രധാനമായിട്ട് ഇന്ത്യയുടെ മഴക്കാലം ഏത് തന്നെയാണ്? ഇതേ സൗത്ത് വെസ്റ്റ് മഴക്കാലം തന്നെയാണ് എന്നുള്ളതും കൂടി മനസ്സിലിരിക്കട്ടെ. ഓക്കെ, June and July are the rainiest month, each accounting individually to about 23% of the annual rainfall. നമ്മുടെ സ്റ്റേറ്റിൽ ആനുവലി കിട്ടുന്ന മഴയുടെ 23% ജൂണിലും 23% ജൂലൈയിലും കൂടെ ആയിട്ട് കിട്ടും. അതായത് മൊത്തം നമുക്ക് കിട്ടേണ്ട മഴയുടെ 12 മാസത്തിലാണ്. അതിൽ കിട്ടുന്നതിൽ ഓൾമോസ്റ്റ് പകുതി മഴയും കിട്ടുന്നത് 2 മാസത്തിലാണ്. 23% മഴയും ജൂണിലും 23% മഴയും ജൂലൈയിലും എന്ന രീതിയിൽ ഈ 2 മാസങ്ങളിലായിട്ട് എൻറ്റയർ മഴയുടെ 46% നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ആ മഴ കിട്ടുന്നതിൻ്റെ രീതി മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ഇതിലാദ്യം കാണിച്ചിരിക്കുന്നത് ആവറേജ് ആനുവൽ റെയിൻഫോളിൻ്റെ ഗ്രാഫും നമ്പർ 1 ഞാൻ മാർക്ക് ചെയ്ത് പോവാം. രണ്ടാമത് കാണിച്ചിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് മൺസൂണിൻ്റെ ഗ്രാഫും മൂന്നാമത്തേത് സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ ഗ്രാഫും. അതിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. റെഡ് കളർ കൂടുതൽ മഴയുള്ളതിനെ സൂചിപ്പിക്കുന്നു, മഞ്ഞ തീരെ മഴയില്ലാത്തതിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതിൽ ആരുടെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട പോലും ആവശ്യമില്ല. ആ ഒരു കളർ മാപ്പിംഗ് വഴി നിങ്ങൾ കണ്ടെത്തേണ്ടതായിരുന്നു. ഇവിടെ നോക്കി കഴിഞ്ഞാൽ സൗത്തിലോട്ട് റെഡ് കൂടുതലാണ് അല്ലേ, വടക്കോട്ട് മഞ്ഞയാണ് കൂടുതൽ. അതിനർത്ഥം ഇത് നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആണെന്നാണ്. ഇത് നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആണെന്നാണ്. ഇവിടെ വടക്കോട്ട് റെഡ് കൂടുതൽ മഴയുണ്ട്, തെക്കോട്ടാണെങ്കിലോ മഴ കുറവാണ്. അപ്പോൾ ഇതെന്താ? ഇത് സൗത്ത് വെസ്റ്റ് മൺസൂൺ. പിടിയോ? ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു ക്ലബിങ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും ഇത് ഇയാൾ. അതുകൊണ്ട് ഇവനെ ആനുവൽ ആവറേജ് എന്ന രീതിയിൽ പറയാം. സൗത്ത് വെസ്റ്റും അല്ല നോർത്ത് ഈസ്റ്റും അല്ല, ആനുവൽ ആവറേജ് റെയിൻഫോളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഈ ഒരു രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? റൈറ്റ്. ഇനിയുള്ളത് നമുക്ക് ഓരോ സീസണുകളായിട്ടൊന്ന് വിശദീകരിച്ച് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കതിനുള്ള സമയമില്ല. അതുകൊണ്ട് തന്നെ സീസൺസ് മഴക്കാലവും സമ്മറും വിൻ്ററും ഒക്കെ നമുക്ക് പ്രത്യേകം ഒരു സെഷനായിട്ട് എടുത്ത് പഠിക്കാമെന്നതാണ് കരുതുന്നത്. സോ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കേരളത്തിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ക്ലൈമാറ്റിക് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു സെറ്റിംഗ്, കെപ്പൻസ് ക്ലൈമാറ്റിക് ക്ലാസിഫിക്കേഷനിൽ കേരളത്തിൻ്റെ ഒരു വർഗീകരണം ഏത് ഭാഗത്ത് വരുന്നു, അഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഹ്യൂമിഡിറ്റി എത്രത്തോളം ഉണ്ട്, ടെമ്പറേച്ചർ എങ്ങനെ വരുന്നു, റെയിൻഫോൾ ഡിസ്ട്രിബ്യൂഷൻ ഏത് രീതിയിൽ കാണാൻ സാധിക്കുന്നു പോലുള്ള വസ്തുതകളെല്ലാമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ചെറിയ ക്ലാസ്സിൽ കേരളത്തിൻ്റെ ക്ലൈമറ്റുമായി ബന്ധപ്പെട്ട് പഠിച്ചു പോയത്. അടുത്ത ക്ലാസ്സിൽ കൂടുതൽ വിശദീകരണവുമായി ഓരോ സീസണുകളെയും നമുക്ക് കണ്ടു പഠിക്കാമെന്ന വിശ്വാസത്തോടു കൂടി ഇന്നത്തെ ഈ ഒരു സെഷൻ അല്ലെങ്കിൽ ഈ ഒരു ചെറിയ വീഡിയോ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.